ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരം റെഡിയാക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഡിന്നറിനായാലും അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതും അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കിനൊക്കെ കഴിക്കാൻ പറ്റുള്ള അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വെറൈറ്റി ആയിരിക്കും, അതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് പകരം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കുക. ഇത് നോർമൽ ആയിട്ടുള്ള വാട്ടറാണ്. അതുപോലെ ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒന്നുമല്ല, സാധാരണ നോർമൽ വാട്ടറാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തൊക്കെ വേണം കേട്ടോ ഇതിന്. പക്ഷേ വെറൈറ്റി ആയിട്ട് നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഈ രീതിയിൽ നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വെള്ളം കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറേശ്ശെ ചേർത്തിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മളിത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു ഡോ സോഫ്റ്റായിട്ട് കിട്ടും. നല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് സോഫ്റ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത്രയും ടൈം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്, ഈ ഒരു ഫില്ലിങ് റെഡിയാക്കുന്ന വരെ മാത്രം. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു സവാള എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ആ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനും കൂടെ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചതക്കാതെയും ചേർത്ത് കൊടുക്കാം കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റോസ് സ്മെല്ല് മാറുന്നവരെ അതും അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ചെറിയൊരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1ന്റെ പകുതി മതി. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇതിൽ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വേവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല പൗഡേഴ്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ട, 1/2 ടീസ്പൂണൊക്കെ മതി എന്നുണ്ടെങ്കിൽ അത്രയും ചേർത്താൽ മതി. ഇതൊരു മീഡിയം ലെവലിലുള്ള എരിവാണ് ഉള്ളത്. അപ്പോൾ 3/4 ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, അത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഒരു അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വേവിച്ചെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് 1 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. 1 വിസിലോ അല്ലെങ്കിൽ 2 വിസിലോ അത്രയും മതിയാവും. അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചെടുത്തത് ആണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്. ഇത്രയും ആയാലും നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലേക്ക് വേണമെങ്കിൽ മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഫില്ലിങ് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി ഒക്കെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോർമലായിട്ട് പരത്തിയെടുക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഞാനിവിടെ പരത്തിയെടുക്കുന്നുണ്ട്.
ഒരു 4 എണ്ണത്തിലേക്കുള്ള ഫില്ലിംഗ് ആണ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ബാക്കി 4 എണ്ണം ഞാൻ ചപ്പാത്തി ആയിട്ട് തന്നെ പരത്തിയെടുക്കും. അപ്പോൾ ടോട്ടൽ 8 ചപ്പാത്തിയാണ് ഇവിടെ പരത്തിയെടുക്കാൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 4 എണ്ണത്തിലേക്കുള്ള ഫില്ലിംഗ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളൂ. ബാക്കി നോർമൽ നമ്മൾ ചപ്പാത്തി ചൂടുന്ന പോലെ തന്നെ ഈ ഒരു മാവ് വെച്ചിട്ട് ചപ്പാത്തിയാക്കി ചൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ പരത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ 8 ചപ്പാത്തി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാത്രത്തിലേക്ക് ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ് കുറച്ചെടുത്തിട്ട് അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു 10 ചപ്പാത്തി കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് തീരുന്നവരെ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ഏകദേശം ഒരു 4 എണ്ണത്തിലേക്കുള്ളതാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അടുത്ത ചപ്പാത്തിയും വെച്ച് കൊടുക്കും, 3ാമത്തെ ചപ്പാത്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 4ാമത്തെ ചപ്പാത്തി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇത് ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത ശേഷം 4ാമത്തെ ചപ്പാത്തി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 4 ഭാഗത്തു നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഇത് സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇങ്ങനെ 4 ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം സെൻറ്ററിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ആ ഒരു ജോയിൻ്റ് ആവുന്ന ആ ഭാഗത്ത് വെള്ളം വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ സ്റ്റീം ചെയ്യാൻ വെക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അവിടെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് എടുക്കുന്ന സമയത്ത് അവിടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അവിടെ നിന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ഇത് അതിൻ്റെ മേലായിട്ട് വെക്കുന്നത്. എന്നിട്ടൊരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇതുപോലെ അങ്ങ് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ മെത്തേഡ്, ഇത് നമുക്ക് ഇതുപോലെ കഴിച്ചാലും നല്ല ടേസ്റ്റ്. ഇത് കൂടുതൽ വേവേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു 15 മാക്സിമം പോയാൽ 20 മിനിറ്റിനുള്ളിൽ തന്നെ കുക്കായി കിട്ടും. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ചൂടോട് കൂടെ തന്നെയാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കൈയൊക്കെ ഒന്ന് നല്ല ചൂടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഒന്ന് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കഴിച്ചാലും നല്ല ഇപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴിച്ചാൽ മതി. പിന്നെ കുറച്ചൊന്ന് ഓയിലിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊരിച്ചിട്ട് കഴിച്ചാലും മതി. എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ കഴിക്കുമ്പോൾ. നമുക്ക് ഇതിലേക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല. ചപ്പാത്തി കഴിച്ച് മടക്കുമ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനിതാ എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ മീനൊക്കെ പൊരിക്കുന്ന രീതിയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് 4 ഭാഗവും ഞാനിങ്ങനെ മറിച്ചിട്ടിട്ടാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 4 ഭാഗവും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. കൂടുതൽ സമയം ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട. ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഞാൻ മറിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കിഡിലെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചപ്പാത്തി രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ സ്നാക്ക് രീതിയിൽ കഴിക്കുകയാണെങ്കിൽ സ്നാക്കായിട്ടും കഴിക്കാം. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്